ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ എൻ്റെ രണ്ടാമത് തുടങ്ങിയ ഒരു ചാനലിൽ ഞാൻ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ അതിൽ 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും അതുപോലെ 4000 വാച്ച് അവറും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ട്രിക്കിനെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്കൊരു പ്രശ്നമെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ ദിയ കൃഷ്ണയുടെ ഒരു പ്രശ്നമെല്ലാം നമുക്കെല്ലാം തന്നെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഇതിൽ ഒരുപാട് പേർ റിയാക്ഷൻ എല്ലാം കൊടുത്ത് അത്തരത്തിലെല്ലാം ചെയ്തതിന് ശേഷം അവരുടെ ചാനലിലേക്കും നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചെല്ലാം സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിൽ റിയാക്ഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ, അതെല്ലാം തന്നെ കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്ന സബ്ജക്റ്റുകളെല്ലാമായിരിക്കും. അതായത് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത് സെർച്ച് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ദിയ കൃഷ്ണ ഇഷ്യൂ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യം, എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ, മറ്റുള്ളവർ ഇത് എങ്ങനെ കാണുന്നു, ഇതെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചാനലും ഇതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയ ടോപ്പിക്കിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാനെല്ലാം സാധിക്കുകയാണെങ്കിൽ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് എത്താനും അതുപോലെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ എല്ലാം ലഭിക്കാനും സാധിക്കും. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടിയെന്ന് കരുതി അതിൻ്റെ ട്രൂത്ത്, അതുപോലെ അത് എത്തരത്തിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് ആ ഒരു കാര്യത്തിൻ്റെ ഇതിൻ്റെ രണ്ട് വശവും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പ്രതികരിക്കാൻ. അല്ലെങ്കിൽ പലപ്പോഴും അത് നമ്മുടെ ചാനലിനെ അബദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്കെല്ലാം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എൻ്റെ രണ്ടാമത് തുടങ്ങിയ ഒരു ചാനലിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു വീഡിയോയിൽ നിന്ന് തന്നെ ചാനൽ മോണിറ്റൈസ് ആകാനുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഗവൺമെൻറ് പുതിയ ഒരു റൂളെല്ലാം കൊണ്ടുവന്നിരുന്നു. അതായത് പാൻ കാർഡ് അതുപോലെ ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന ഒരു പുതിയ റൂളെല്ലാമാണ് കൊണ്ടുവന്നിരുന്നത്. അതിനാൽ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് ഒട്ടുമിക്ക പേർക്കും അറിയില്ല. അവർക്ക് ഇത് അക്ഷയ വഴിയെല്ലാം പോയതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഞാൻ ഇതുപോലെ നമുക്ക് ഓൺലൈനായി തന്നെ ഈ ഒരു കാര്യമെല്ലാം ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ ഞാൻ ഇത് ഓൺലൈൻ വഴി ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുകയും അത് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് എനിക്ക് ഒരുപാട് വ്യൂസ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതുപോലെ ആധാർ അതുപോലെ പാൻ കാർഡ് ലിങ്കിങ് എന്ന് പലരും സെർച്ച് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന വ്യൂസ് എല്ലാമാണ്. അതിനാൽ തന്നെ ആ ഒരു വീഡിയോ എനിക്ക് നല്ല രീതിയിൽ വ്യൂസ് കൊണ്ടുവരാനും അതുപോലെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആകാനെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ട്രെൻഡിങ് ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റായി ഇതുപോലെ നല്ല പുതിയ ടോപ്പിക്കുകളെ കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവരിലേക്കെല്ലാം എത്താനും അതുപോലെ നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആകാനെല്ലാം സഹായിക്കും.